ശൈസി ബാലകൃഷ്ണൻ. ശൈസി ബാലകൃഷ്ണൻ, വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിൽ താങ്കൾക്കെതിരെ ആത്മഹത്യാ പ്രകടനം കുറ്റം ചുമത്തണമെന്നാണ് CPM വയനാട് ജില്ലാ സെക്രട്ടറി KR റഫീഖിന്റെ ആവശ്യം. അത് ആ സംഭവം കുറച്ച് ഗുരുതരമാകുന്നുണ്ടല്ലോ ശൈസി ബാലകൃഷ്ണൻ. ഗുരുതരം സ്വാഭാവികമായിട്ടും CPM-ന് മറ്റാരോപണങ്ങളൊക്കെ ഉന്നയിക്കാലോ. ഒരു പിടിവള്ളി കിട്ടി കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് അവർ കാണുമല്ലോ. CPM-ന്റെ ഏരിയ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളത്. ഞങ്ങൾ ആരും നിഷേധിച്ചില്ലല്ലോ. ഞാനും പറയുന്നത് സമഗ്രമായ ഒരു അന്വേഷണം ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ്. അതിൽ നിന്നൊരു മാറ്റം, ഒരു വ്യതിചലനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. പിന്നെ ഇന്നിപ്പോ പുതിയ അന്വേഷണ സംഘത്തെ തിരിച്ചു. ആ വ്യാജ എഗ്രിമെന്റ്, ഞാൻ പോലും അറിയാത്ത എഗ്രിമെന്റുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം നടക്കണം. അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ നിലപാട്. ശൈസി ബാലകൃഷ്ണൻ, ഈ എഗ്രിമെന്റ് വ്യാജമാണ് എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ താങ്കളുടെ പേരടക്കം പരാമർശിക്കപ്പെടുന്ന രേഖകളൊക്കെ പുറത്തു വരുന്നുള്ളൂ. ശൈസി ബാലകൃഷ്ണൻ അതൊക്കെ വ്യാജമാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പിടിച്ചു കഴിയുമോ? ഈ രേഖകളെല്ലാം ഇല്ല. ഈ എഗ്രിമെന്റാണ് പുറത്ത്. ഞാൻ അറിയാത്ത ഒരു എഗ്രിമെന്റിനെ ഞാൻ അറിഞ്ഞ എഗ്രിമെന്റ് നിനക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിജസ്ഥിതി പോലീസ് അന്വേഷിക്കട്ടെ, പോലീസ് കണ്ടെത്തട്ടെ. പിന്നെ പീറ്റർ മാഷ് ആരാണ്, അദ്ദേഹം എന്താണ് പറയുന്നത്, ആ നിലയ്ക്ക് കാര്യങ്ങൾ നടക്കട്ടെ. അല്ലാതെ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഭയവും ഇല്ല. കാരണം ഈ എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ എന്നോടൊരു അഭിപ്രായം ചോദിക്കുകയോ എന്നോടൊന്ന് സംസാരിക്കുകയോ ഞാൻ അറിയുകയോ ചെയ്യാത്ത എഗ്രിമെന്റ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ശൈസി ബാലകൃഷ്ണൻ, ഇവിടെ ഈ വിജയന്റെയും മകന്റെയും മരണത്തിന് കാരണം പിന്നെ എന്താണെന്നാണ് താങ്കളടക്കമുള്ള അവിടുത്തെ ജില്ലയിലെ മുതിർന്ന CPM കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ചിന്ത? IC ബാലകൃഷ്ണൻ, അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. പോലീസ് അന്വേഷിക്കട്ടെ. മറ്റേ DCC പ്രസിഡന്റ് പറഞ്ഞല്ലോ അത് പാർട്ടിയും അന്വേഷിക്കുന്നു പറഞ്ഞല്ലോ. 13 പേരിൽ നിന്നായി കോൺഗ്രസ് നേതാക്കൾ എന്തോ കോടികൾ കോഴ വാങ്ങി, ഒടുവിൽ NM വിജയനെ നേതാക്കളെ ബലിയാടാക്കി എന്നൊക്കെയാണ് CPM-ന്റെ ആരോപണം. ശ്രീ IC ബാലകൃഷ്ണൻ, എന്താണ്? കേട്ടില്ല. ഈ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 13 പേരിൽ നിന്നായി കോൺഗ്രസ് നേതാക്കൾ കോടികൾ കോഴ വാങ്ങി, ഒടുവിൽ NM വിജയനെ ബലിയാടാക്കി. അതിൽ മനംനൊന്ത് NM വിജയൻ ആത്മഹത്യ ചെയ്തു എന്നാണ് CPM-ന്റെ വാദം. ശ്രീ IC ബാലകൃഷ്ണൻ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, സമഗ്രമായ ഒരു അന്വേഷണം, ആ അന്വേഷണത്തെയാണ് സ്വാഗതം ചെയ്യുന്നത്. തെറ്റ് ചെയ്തവർ വെള്ളം കുടിച്ചേ പറ്റൂ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. ആരാണ് പണം വാങ്ങിച്ചത്, എന്തിനാണ് പണം വാങ്ങിച്ചത്, ആരോടാണ് പണം വാങ്ങിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായ ഒരു അന്വേഷണത്തിൽ തെളിഞ്ഞു വരേണ്ടതുണ്ട്. അത് വരട്ടെ. ഈ രേഖകൾ പുറത്തു വന്നത് എങ്ങനെയാണ് എന്നാണ് താങ്കളുടെ ഒരു ധാരണ? അത് വ്യാജരേഖയാണെങ്കിൽ വ്യാജരേഖ ചമച്ചൊരാളുണ്ടാകുമല്ലോ. അത് ആരെന്നാണ് നിങ്ങളുടെ ആലോചന? ശൈസി ബാലകൃഷ്ണൻ, എനിക്ക് പറയാൻ കഴിയുമോ? ഞാനൊരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ. അന്വേഷണം നടത്താൻ പ്രത്യേകം സംഘത്തെ നിയോഗിച്ചല്ലോ പോലീസ്. അവരന്വേഷിക്കട്ടെ. പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെയാണ് എന്നൊരു ധാരണ അങ്ങേക്കുണ്ടോ ശൈസി ബാലകൃഷ്ണൻ? ഒന്നുമില്ല, അങ്ങനെ ഒരു ധാരണയില്ല. ഇതിന്റെ അകത്ത് എന്തോ ഒരു ഗൂഢാലോചന നടന്നു എന്ന് ഞാൻ സംശയിക്കപ്പെടുന്നത് മാത്രം, സംശയം മാത്രം. ആ ഗൂഢാലോചന പാർട്ടിക്കുള്ളിൽ നിന്നുള്ളവരുമുണ്ട് എന്നങ്ങേക്ക് സംശയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഒരു സംശയം മാത്രം. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിലുള്ളവർക്കും അതിൽ പങ്കുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ നേരത്തെ ഒന്ന് പരിഹരിക്കപ്പെട്ട വിഷയമാണെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ. അതിനുശേഷം അത് പിന്നെയും എങ്ങനെയാണ് അത് ഉയർന്നു വരുന്ന ആ വിഷയം ശൈസി ബാലകൃഷ്ണൻ? അല്ല, അതൊക്കെ പാർട്ടി അന്വേഷിക്കും. ഇതൊക്കെ KPCC-യിലേക്ക് ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. KPCC അതിന്റെ കാര്യങ്ങളെ കുറിച്ച് KPCC നിലപാടെടുക്കും. ഈ ആത്മഹത്യാക്കുറിപ്പടക്കം നേരത്തെ വന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ നിന്ന് മാറ്റി എന്നൊക്കെ ഗുരുതരാരോപണം CPM ഉന്നയിക്കുകയാണ്. അത് വയനാട് DCC-യെ പിടിച്ചുലയ്ക്കുന്ന ആരോപണമായി മാറില്ലേ ശൈസി ബാലകൃഷ്ണൻ? അതിനെക്കുറിച്ചൊന്നും ഞാൻ അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നന്ദി ശൈസി ബാലകൃഷ്ണൻ. അല്ലെ, സുജിത്ത് അയ്യപ്പ തുടരുകയാണ്. സുജിത്ത്, IC ബാലകൃഷ്ണൻ നമ്മൾ കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല എന്ന് എന്തായാലും നിരാകരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് KPCC-ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുമുണ്ട്. സുജിത്ത്, ഇതിൽ വിജയന്റെയും മകന്റെയും ആത്മഹത്യയിലെ അന്വേഷണം പുരോഗമിക്കുന്ന കൂട്ടത്തിൽ തന്നെ കോൺഗ്രസിനകത്ത് ഇതൊരു ഉരുൾപൊട്ടൽ ഫോർമാറ്റിലാവുന്നുമുണ്ട് സുജിത്ത്, അല്ലേ? തീർച്ചയായും ഹാഷ്മി, ഇതൊരു ഗ്രൂപ്പ് സ്വഭാവത്തിലേക്ക്
നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ പറയാനുള്ളത് കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായി ഈ വിഷയം മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം IC ബാലകൃഷ്ണനെതിരായിട്ടുള്ള വിരുദ്ധ ചേരി സ്വാഭാവികമായും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ വന്നിട്ടുള്ളത്, അതായത് പുറത്തു വന്ന 2 രേഖകൾ, ഈ 2 രേഖകൾ ഒന്ന് ഉടമ്പടി കരാറാണ്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് KPCC നൽകിയ കത്താണ്. ഈ കത്ത് പുറത്തു വരണമെങ്കിൽ സ്വാഭാവികമായും അത് വരാനുള്ള സാധ്യത അത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. CPIM അത് ആയുധമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിഷയം ഉന്നയിക്കുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഒരുപക്ഷെ IC വിരുദ്ധ ചേരി പക്ഷമാകാൻ, IC വിരുദ്ധ ചേരിയാകാൻ ഉള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും വലിയ രീതിയിൽ അത് കോൺഗ്രസിനെ പിടിച്ചുലക്കുന്ന വിധത്തിലേക്ക് അടുത്തെങ്കും ഇത്തരത്തിലുള്ള വിവാദം വയനാട്ടിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മരിച്ചിട്ടുള്ളത് DCCയുടെ ട്രഷററാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ്. സ്വാഭാവികമായും ഈ വിഷയം വന്നതിൻ്റെ ഭാഗമായി എന്തായാലും ഇതിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് IC ബാലകൃഷ്ണൻ നേരത്തെ DCC അധ്യക്ഷനായിരുന്ന കാലത്ത് സംഭവിച്ച നിയമനക്കോഴ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അത് IC ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ KPCCക്ക് പരാതി നൽകിയതാണ്, ഈ പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തിയതാണ്. ആ അന്വേഷണത്തിൽ കൃത്യമായ രീതിയിൽ കഴമ്പില്ല. മാത്രമല്ല ഇതിൽ ഇങ്ങനെ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്ന ആളുകളിൽ ചിലർക്കെതിരെ നടപടി പോലും എടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഗോപിനാഥ മാഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ IC തന്നെ പറയുന്നുണ്ട്, നേരത്തെ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഉള്ള വിഷയത്തിൽ കൃത്യമായി നടപടി എടുക്കപ്പെട്ട വിഷയം ഇപ്പോൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനുള്ള സാഹചര്യം എന്ത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ ഇനി വേണ്ടത് ഈ ബന്ധുക്കളുടെ തന്നെയാണ്. അതായത് വിജേഷ് എന്ന് പറയുന്ന മകനുണ്ട്, ആ മകൻ്റെ പ്രതികരണമാണ്, ആ കുടുംബത്തിൻ്റെ പ്രതികരണമാണ് ഉയർന്നു വരേണ്ടത്. ഇങ്ങനെ സാമ്പത്തിക ബാധ്യത തന്നെയാണോ എന്നുള്ള ആ വിഷയത്തിൽ ആ വിജേഷിൻ്റെ പ്രതികരണം നിർണായകമാണ്. അദ്ദേഹം ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് രാവിലെയും നമ്മൾ ആ വീടുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ പ്രതികരണം ഉറ്റുനോക്കുകയാണ്. ആ പ്രതികരണത്തിൽ എന്താണ് പറയാൻ പോകുന്നത്, അതിൽ ഇങ്ങനെ ഈ കോഴ നൽകി എന്നുള്ള ആ ആരോപണം, ഇദ്ദേഹം കോഴ വാങ്ങി നൽകി എന്നുള്ള ആരോപണം, അത്തരത്തിൽ ആരോപണം ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. പോലീസ് സമാന്തരമായി ശക്തമായ രീതിയിൽ തന്നെ ഇതിൽ അന്വേഷണം നടത്തി തുടങ്ങി എന്നതിൻ്റെ സൂചനയാണ്. DYSP തന്നെ, ബത്തേരി DYSP അബ്ദുൾ ഷെരീഫ് തന്നെ നേരിട്ട് ഈ കേസ് അന്വേഷിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അവർ മൊഴിയെടുക്കൽ തുടങ്ങി, അതിൻ്റെ പ്രാഥമിക ഘട്ട പരിശോധന തുടങ്ങി. നിലവിൽ ആത്മഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തുക എന്നുള്ളതാണ്. ആ അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടക്കാൻ വേണ്ടി പോകുന്നു. CPM ഏറ്റെടുത്തിരിക്കുന്നു. നേരത്തെ CPM ജില്ലാ സെക്രട്ടറി റഫീഖ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നു. നാളെ CPMന്റെ മാർച്ച് അടക്കമുണ്ട്. അപ്പോൾ അത് കേവലം അന്വേഷണ വഴികൾ മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയാവുന്നു വയനാട്. നമുക്ക് നോക്കാം ഏതുവരെ ഇത് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യം. എന്തായാലും 2 പേരുടെ ജീവന്റെ കാര്യമാണ്. അതിൽ കുറ്റക്കാർ ആരൊക്കെയാണോ അവർ വിളിച്ചെത്തു വരിക തന്നെ ചെയ്യണം.